അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകർ ടുഡേ ന്യൂസിലൂടെ കാണുന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും കാത്തിരുന്ന മുഹൂർത്തം സാർത്ഥകമാകുന്നു. കാത്തിരുന്ന മുഹൂർത്തം കക്കൂത്തുകാരെ പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറെ നാളായി കാത്തിരുന്ന മുഹൂർത്തം ഇതാ ധന്യ മുഹൂർത്തം സാർത്ഥകമായിരിക്കുന്നു. നജീബ് കാന്തപുരം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നിലവിൽ ഏറെ കാലമായി തകർന്നു കിടന്ന ഒരു 10 വർഷത്തോളമായി കാര്യമായ വികസന പ്രവർത്തികളൊന്നും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ആ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നവീകരിച്ച് BMBC രീതിയിൽ നവീകരിച്ച് അത്യാധുനിക രീതിയിൽ നവീകരിച്ച് യാത്രക്കാർക്കായി വാഹനയാത്രികർക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. നഗരസഭാ അധ്യക്ഷൻ P. ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടന ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഏറെ കാലമായുള്ള ഈ ഒരു പ്രദേശവാസികളുടെ ഒരു സ്വപ്നമാണ് ഇതോടുകൂടിയിട്ട് സാർത്ഥകമാകുന്നത്. BMBC ചെയ്ത് അത്യാധുനിക രീതിയിലാണ് ഈ റോഡ് കക്കൂത്ത് നമ്പ്യാർപ്പടി വരെയുള്ള ഈ റോഡ് നവീകരിച്ച് യാത്രക്കാർക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഒരു തരത്തിലുള്ള നവീകരണ പ്രവർത്തികളും നടത്താതെ കിടക്കുന്ന റോഡായിരുന്നു. തുടർന്ന് നജീബ് കാന്തപുരം MLA 2 കോടി വകയിരുത്തിയതിനെ തുടർന്നാണ് റോഡ് ഇപ്പോൾ അത്യാധുനിക രീതിയിൽ തന്നെ നവീകരിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇതൊരു ബൈപ്പാസ്, ഒരു മിനി ബൈപ്പാസ് എന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ ഒരു നവീകരണ പ്രവൃത്തി കാര്യക്ഷമമായി തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ചത്. ആ രീതിയിൽ തന്നെയാണ് ഇത് നവീകരിച്ചത്. പ്രദേശവാസികളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരുന്നു. കാരണം ഒരു ടാക്സി വിളിച്ചാൽ പോലും ഇതുവഴി വരാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു ഈ പ്രദേശവാസികളൊക്കെ കടന്നുപോയിരുന്നത്. ഏറെ കാലത്തെ ആഗ്രഹം ഇതോടുകൂടിയിട്ട് സാർത്ഥകമാവുകയാണ്. എന്നാലും വലിയൊരു ആഘോഷ ചടങ്ങിന് ഈ ഒരു കക്കൂത്ത് നമ്പ്യാർപ്പടി റോഡ് പാത്രമായിരിക്കുന്നു. ഏറെ കാലത്തെ ആളുകളുടെ ഒരു ആശ്വാസമാണ് ഈ ഒരു അവരുടെ പ്രതിഷേധത്തിനൊരർത്ഥമുണ്ടായിരിക്കുന്നു. 2 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നജീബ് കാന്തപുരം MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും വികസനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം 2.5 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും മികച്ച ഒരു നേട്ടമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഒരുമിച്ച് ഈ ഒരു റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നടത്തിയൊരു പ്രവർത്തനമാണ്. MLA ഫണ്ടിൻ്റെ ഒരു വലിയ ഭീമമായ ഭാഗം മാറ്റിവെച്ചാണ് നമ്മളിത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇനി പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വലിയൊരു ഗതാഗത കുരുക്ക് അഴിക്കാൻ ഇത് തീർച്ചയായിട്ടും വഴിയൊരുക്കും. വലിയ ബൈപ്പാസ് സ്വപ്നങ്ങൾക്കിടയിൽ ഇതൊരു ബൈപ്പാസ് സ്വപ്നമായിട്ട് മാറുകയാണ് അല്ലേ ചെയ്തത്? തീർച്ചയായും മറ്റ് ജനപ്രതിനിധികൾ കൂടി ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിംഗ് റോഡിൽപ്പെട്ട ഒന്നാണ് ഈ കക്കൂത്ത് ബൈപ്പാസ് റോഡ്. ഒരു സംശയം വേണ്ട, പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ റോഡാണ്. ഇത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയാക്കിയതാണ്. ഇതിന് MLA ആണ് മുൻകൈ എടുത്തതെന്ന കാര്യത്തിൽ സംശയമില്ല. പെരിന്തൽമണ്ണക്കാർ കണ്ട ഏറ്റവും നല്ലൊരു MLA ആയിട്ടാണ് നജീബിനെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ചില്ലീസ് ജംഗ്ഷനിലൊക്കെ വളരെയധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമായിരുന്നു ഇപ്പോഴുള്ളത്. ആ ഒരു ഗതാഗത കുരുക്കിന് ഒരു വലിയ പരിധിവരെ ഈ ഒരു ബൈപ്പാസ് കൊണ്ട് പ്രയോജനപ്പെടും എന്നാണ് കരുതുന്നത്. എന്തായാലും വാർഡ് മെമ്പർ ഹുസൈന നാസർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ സന്തോഷ മുഹൂർത്തത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ MLA കുറിച്ചിട്ടാണ്. MLA എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടും ഉണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് ജനങ്ങൾക്ക് ഇതൊരു കുറേ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള റോഡാണ്. അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. പിന്നെ 3-ാം വാർഡും 7-ാം വാർഡും 5-ാം വാർഡും ഇതൊക്കെ പാടെ കൂടിയിട്ട് സഹകരിക്കാൻ കഴിഞ്ഞു. അതിന് വലിയൊരു കാര്യം തന്നെയാണ്.
തീർച്ചയായും ഏറെ സന്തോഷമുള്ള മുഹൂർത്തത്തിലാണ്. പ്രത്യേകിച്ച് ഈ റോഡിന് വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൈപ്പാസാണ്. മിനി ബൈപ്പാസ് എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഈ ഒരു റോഡിനുള്ളത്. മിനി ബൈപ്പാസ്, അതായത് ചില്ലീസ് ജംഗ്ഷനിൽ നിന്നും ടൗണിലേക്ക് എത്തുന്നതിന് പകരം ഈ ഒരു റോഡ് വഴി, കക്കൂത്ത് റോഡ് വഴി ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ യാത്രക്കാർക്ക് പെരിന്തൽമണ്ണയിലേക്ക് പ്രവേശിക്കാം എന്നതാണ് ഏറ്റവും വലിയൊരു പ്രയോജനപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും തീർച്ചയായും വലിയ സന്തോഷത്തിലാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഈ ഒരു റോഡിനെ വലിയ രീതിയിലാണ് സ്വാഗതം ചെയ്യുന്നത്. ഒരു മിനി ബൈപ്പാസ് ലഭിച്ച സന്തോഷത്തിലാണ് ഈ നാട്ടിലുള്ള ജനപ്രതിനിധികളായവരും നാട്ടുകാരും എല്ലാവരും. ഇതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ഏകദേശം 2 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. BMBC ചെയ്താണ് ഈ റോഡ് നവീകരിച്ചിരിക്കുന്നത്. ഒപ്പം 1 കോടി രൂപ കൂടി MLA ഇതിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഏറെക്കാലത്തെ പെരിന്തൽമണ്ണക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ കക്കൂത്ത് നമ്പ്യാർപ്പടി റോഡ് നവീകരിക്കുക എന്നുള്ളത്. എന്തായാലും BMBC ചെയ്ത് തന്നെ നവീകരിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന റിംഗ് റോഡുകൾ ഉണ്ടല്ലോ, പെരിന്തൽമണ്ണയുടെ ഈ ട്രാഫിക് ബ്ലോക്ക് എന്നുള്ള തീരാശാപം മാറണമെങ്കിൽ ഇവിടുത്തെ റിംഗ് റോഡുകൾ നമ്മൾ അഭിവൃദ്ധിപ്പെടുത്തി കൊണ്ടുവരണം. പെരിന്തൽമണ്ണയിൽ എന്താണ് കുറവ് എന്ന് ചോദിച്ചാൽ ആ കുറവുകളുടെ ഏറ്റവും കൂട്ടത്തിൽ നമുക്ക് പരമപ്രധാനമായി പറയാനുള്ളത് ഈ റിംഗ് റോഡുകളുടെ അഭാവമാണ്. ഇതിപ്പോൾ നമ്മുടെ MLA അതുപോലെ തന്നെ നമ്മുടെ മെമ്പറൊക്കെ വളരെയധികം താല്പര്യം എടുത്തുകൊണ്ട് ഈ റോഡ് വികസിപ്പിക്കാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തി അതിപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് തുറന്നു തരാൻ വേണ്ടി പോവാണ്. ഇതിന് സമാന്തരമായി പോകുന്ന 2-3 റോഡുകൾ കൂടി നമുക്ക് പെരിന്തൽമണ്ണ നഗരത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തുറക്കാൻ പറ്റിയാൽ ഒരുപാട് ട്രാഫിക് ജാമുകളും പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണയുടെ ട്രാഫിക് ബ്ലോക്കിനുള്ള ശാശ്വത പരിഹാരം എന്ന് പണ്ടേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ റോഡ് ഒരു മിനി ബൈപ്പാസ് എന്ന രീതിയിൽ ആക്ട് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും ഒരു മിനി ബൈപ്പാസ്. കാരണം വെച്ചാൽ ഈ റോഡ് ഇനി അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതറിയുന്ന ആളുകൾക്ക് ഇനി നഗരത്തിൽ വരാതെ അവർക്ക് ബൈപ്പാസ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് സമാന്തരമായിട്ടുള്ള തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള റോഡുകളൊക്കെ ഇതേപോലെ വികസിച്ചാൽ നഗരത്തിലേക്ക് വരാതെ, നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ടച്ച് ചെയ്യാതെ വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ത്രൂ ഫയർ എന്നുള്ള നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായി പോകാവുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിന് മുനിസിപ്പാലിറ്റിയെ കൊണ്ട് കഴിയുന്നത് മുനിസിപ്പാലിറ്റി ചെയ്യട്ടെ. MLA ഇപ്പോൾ മാതൃകാപരമായിട്ടുള്ള വർക്കുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് പൂർത്തിയാക്കുകയാണ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും ഈ പെരിന്തൽമണ്ണക്കാരുടെ ഒരു ആവശ്യമായിരുന്നു ഈ റോഡ്. ഏറെ കാലമായിട്ട് മൗലാനയുടെ പിന്നിലൂടെ ഈ കക്കൂത്ത് നമ്പ്യാർപ്പടി റോഡ് എന്ന് പറയുന്ന ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് 3 കോടി രൂപ വകയിരുത്തിയാണ് നവീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 1 കോടിയും വീണ്ടും 1 കോടിയും അങ്ങനെ 2 കോടിയാണ് ഇതിൻ്റെ തുടക്കത്തിൽ പ്രാരംഭഘട്ടത്തിൽ നവീകരണത്തിനായിട്ട് MLA ഫണ്ട് നൽകിയിരുന്നത്. എന്നാൽ ഈ പ്രവൃത്തി ഉദ്ഘാടന ദിവസം 1 കോടി കൂടി അധികം MLA ഈ ഒരു റോഡിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നു. അങ്ങനെ 3 കോടി രൂപയ്ക്കാണ് ഈ ഒരു റോഡ് BMBC ചെയ്ത് നവീകരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ റോഡ് യാത്രയ്ക്കായിട്ട് തുറന്നു കൊടുക്കുകയാണ്. നജീബ് കാന്തപുരം MLA ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏറെക്കാലമായിട്ട് ഈ ഒരു റോഡിന് വേണ്ടിയിട്ട് പ്രദേശവാസികൾ ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ സാർത്ഥകമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ടാക്സി വണ്ടികൾ ഒന്നും ഇവർ വിളിച്ചാൽ ഈ ഒരു വഴിയിലൂടെ വരാൻ വിസമ്മതിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അത്രത്തോളം പ്രയാസത്തിലായിരുന്നു ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ കഴിഞ്ഞിരുന്നത്. അതെ 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 ഞങ്ങൾ ഓട്ടോ, എനിക്ക് കാറില്ല എനിക്ക്, അപ്പോൾ ഓട്ടോ ആണ് മിക്കവാറും ആശ്രയിക്കാറ്. അങ്ങനെ സമയത്ത് നമ്മൾ 100 രൂപ വരെ കൊടുക്കുക എന്ന് പറഞ്ഞാലും വണ്ടികൾ ഇങ്ങോട്ട് വരാത്തൊരു അപൂർവം നമ്മളെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈവർമാർ വന്നെങ്കിലുള്ളൂ. കക്കൂത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്കാരും വരില്ല. അത്രയും ദയനീയമായിട്ട് ഈ റോഡ് നമ്മൾ പൈപ്പിന് കയറി കഴിഞ്ഞപ്പോൾ വെള്ളം ഒലിച്ച് ആകെ കുഴിയായി. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇത് എന്താ പറയുക, നമ്മളെ ഒരു ജീവിത സാക്ഷാത്കാരം എന്ന് പറയല്ലേ, അതുപോലെ അത്രയും സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ റോഡ് ഇതായിട്ടുള്ളത്. തീർച്ചയായും പ്രദേശവാസികൾ വലിയ സന്തോഷത്തിലാണ്. കാരണം അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് ഈ ഒരു റോഡിനെ കാണുന്നത്. ഏകദേശം 10 വർഷത്തോളമായിട്ട് അറ്റകുറ്റപ്പണികളൊന്നും കാര്യമായ രീതിയിലൊന്നും നടക്കാതെ തകർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ റോഡ് എന്നാണ് ഇവർ പറയുന്നത്. ഏറെ സന്തോഷത്തിലായിരിക്കും. വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരു 8 വർഷത്തോളമായി ഞങ്ങൾ ഈ പ്രദേശത്തുകാരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ റോഡിലേക്ക് ഒരു നല്ലൊരു റോഡ്
വരിക എന്നുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫണ്ടില്ല എന്നുള്ളൊരു ഇതായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് കാലത്തെ ഒരു സ്വപ്നം നിറവേറ്റാണ്. ഞങ്ങളെ നാടിൻ്റെ ആഘോഷമാണ്. ഇവിടെ ഇനി ആകെ എനിക്ക് പറയാനുള്ളത്, വാട്ടർ അതോറിറ്റിനോട് ഇത് പൊളിച്ചരുതെന്നെല്ലാം മാത്രം ഒന്ന് പറയാനുള്ളൂ ഇതിൽ. കാരണം അവർ കേൾക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പൈപ്പ് പൊട്ടുകയാണെങ്കിൽ ആദ്യം ഞങ്ങൾ ഒരു കൊല്ലം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ്, പൈപ്പിൻ്റെ പണി അടക്കാൻ വേണ്ടിയിട്ട്. 1 വർഷം 2 വർഷത്തോളമായി പോലെ പൈപ്പ് പണി തുടങ്ങിയിട്ട് മുഴുവനാക്കാതെ ഇട്ട്. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഘോഷമാണ്. നമ്മളെ ഈ കക്കൂത്ത് പ്രദേശത്തുള്ള ആൾക്കാർക്കും അതേമാതിരി മേലാറ്റൂർ വഴിക്ക് വരുന്ന വാഹനക്കാർക്കൊക്കെ ഇന്ന് ചില്ലീസ് ജംഗ്ഷനത്തെ തിരക്ക് ഒഴിവാക്കാൻ ഇവിടുത്തെ പ്രത്യേക നല്ലൊരു റോഡ് MLA ഞങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. പിന്നെ വാഹനം ഓടിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഈ റബ്ബറൈസ്ഡ് റോഡ് കണ്ടിട്ട് അപകടം വരുത്തരുതെന്നില്ലുള്ളൂ. കാരണം ഇത് സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന ഒരു റോഡാണ്. ആ റോഡിൽ അപകടം നിത്യസംഭവമാക്കരുതേ എന്നൊരു അപേക്ഷയും കൂടി ഈ കുട്ടികൾക്ക് ഒരു ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട്. തീർച്ചയായും എന്തായാലും ഏറെ സന്തോഷത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരെല്ലാം ഈ ഒരു റോഡിനെ കുറിച്ച് പറയുന്നത്. എന്തായാലും അവരുടെ ഒരു വലിയ സ്വപ്നം സാർത്ഥകമാവുകയാണ്. ഒരു സാധാരണ റോഡ് നവീകരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് BMBC ചെയ്താണ് നിങ്ങളുടെ ഈ റോഡ് നവീകരിച്ചത് അല്ലേ? അതെ. BMBC റോഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ദീർഘകാലം ഞങ്ങൾക്ക് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ റിംഗ് റോഡാണ് പ്രധാനപ്പെട്ട റിംഗ് റോഡ് എന്ന നിലക്ക് വലിയ തോതിലുള്ളൊരു ഗതാഗത കുരുക്ക് ഒഴിവാകുന്നുള്ളൊരു സന്തോഷം കൂടി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. പിന്നെ പെരിന്തൽമണ്ണ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന, ടൗണിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ടൗൺ ഹാൾ നമ്പ്യാർപ്പടി റോഡ് ഏകദേശം ഒരു 6 വർഷം മുമ്പ് വരെ ഇതിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങളീ നാട്ടുവാസികളെല്ലാം അനുഭവിച്ചറിഞ്ഞതാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പിന്നെ സ്കൂൾ കുട്ടികൾ, വൃദ്ധർ, അതേമാതിരി ഇതിലൂടെ യാത്ര ചെയ്യുന്ന വാഹനക്കാർ, ബൈക്ക് യാത്രക്കാർ എല്ലാവരും വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഇതിലൂടെ യാത്ര ചെയ്തത്. പലതവണ നമ്മൾ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡൊന്ന് പാച്ച് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ പോലും അവരൊക്കെ പിന്നെ വളരെ പിന്നിലായിരുന്നു നമ്മളെ ഈ റോഡ് ശരിയാക്കുന്ന കാര്യത്തിലൊക്കെ. പിന്നെ നമ്മളെ വാർഡ് കൗൺസിലർ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും MLA വളരെ എന്താ പറയുക, വളരെ ഊർജ്ജത്തോടുകൂടി തന്നെ ഈ റോഡ് ശരിയാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത് സാധാരണ ഒരു ടാറിങ് പോരാ എന്ന് പറയുകയും ഇവിടെ BM&RC തന്നെ വേണമെന്ന് പറയുകയും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണ ടൗണിനെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായി മാറ്റുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സമീപവാസികൾക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമീപ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും ഈ നാട്ടുകാർ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു കക്കൂത്ത് റോഡ് എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഒരു ശാപം പിടിച്ച റോഡായി കിടക്കുകയായിരുന്നു. തീരാത്ത ഗതാഗത കുരുക്ക് അവിടെ ടൗണിൽ നടക്കുമ്പോഴും ഈ ഇത്തരത്തിലുള്ള റിംഗ് റോഡുകൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു വലിയ ആവശ്യം ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഒരു ടാക്സി വാഹനം പോലും വരാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ BMBC ചെയ്ത് അത്യാധുനിക രീതിയിലാണ് ഈ റോഡ് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ നാട്ടുകാരായ ജനങ്ങളൊക്കെ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് ഇന്നു മുതൽ ഏറ്റവും മികച്ച റോഡായി മാറാൻ വേണ്ടി പോവുകയാണ്. അത് തുറന്നു കൊടുക്കുന്ന ചടങ്ങാണ്. നമ്മുടെ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന റോഡുകളിൽ ഒന്നാണ് ടൗൺ ഹാൾ കക്കൂത്ത് റോഡ് എന്നുള്ളത്. ആ റോഡിൻ്റെ ഏറ്റവും ആധുനിക രൂപത്തിലുള്ള പുനർനിർമ്മാണം നടത്തി നാടിന് കൈമാറുകയാണ്. ഇവിടെ നഗരസഭയുടെ റോഡാണ്.
അതിന് ഫണ്ട് നീക്കിവെച്ചത് MLA ആണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു വികസനത്തിൽ വിവിധ പ്രോജക്റ്റുകൾ സംയോജിപ്പിച്ചുകൊണ്ട് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഗുണകരമാക്കി മാറ്റുക എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്. ആ നഗരത്തിൽ നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നാട്ടിലെ ഗതാഗതക്കുരുക്ക് തന്നെയാണ്. അതിൽ പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ആവശ്യത്തിനത്ര ബൈപ്പാസുകളും റിംഗ് റോഡുകളും ഇല്ല എന്നുള്ളതാണ്. റിംഗ് റോഡുകൾ ഉണ്ടെങ്കിൽ തന്നെ കാലോചിതമായി അത് വീതി പരിഷ്കരിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, അതാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിനി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിലുള്ളത്. ആ രംഗത്തേക്കാണ് നമ്മുടെ MLA യുടെ സഹായത്തോടു കൂടി ഒരു പ്രധാനപ്പെട്ട പാത ഇന്നിവിടെ തുറക്കാൻ വേണ്ടി പോകുന്നു. തീർച്ചയായും പെരിന്തൽമണ്ണയുടെ പ്രിയങ്കരനായ MLA നഗരസഭയുടെ ഈ റോഡ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏവർക്കും അതിയായ സന്തോഷമാണുള്ളത്, അഭിമാനമാണുള്ളത്. അതിനുള്ള പ്രത്യേക നന്ദി MLA യോട് ഈ അവസരത്തിൽ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തിരഞ്ഞെടുക്കുന്നവരെ LDFും UDFും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളൂ. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ചിലപ്പോൾ വേറെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരാവും, രാഷ്ട്രീയ പാർട്ടി നേതാക്കളാവും. പക്ഷേ നിങ്ങൾ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് ഞാൻ അല്ലേ, ഇപ്പോഴത്തെ ചെയർമാനായി T. ഷാജില്ല. ഞങ്ങളുടെ MLA ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാനുണ്ടാവും ആരാ, അത് നജീബ് ഖാൻ അല്ലേ, അങ്ങനെയാണ് പറയാം. നജീബ് ഖാനോട് നിങ്ങൾ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാ പറയാം, ഇത് പിണറായി വിജയൻ എന്ന് തന്നെയാണ് നജീബ് ഖാൻ പറയാം. തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് കക്ഷി രാഷ്ട്രീയമുള്ളൂ, രാഷ്ട്രീയം പിന്നെയുണ്ടാവും. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നാടിനെ പരിഗണിക്കാൻ കഴിയുമ്പോഴാണ് ഒരു നാടിനെ വികസിക്കാൻ വേണ്ടി കഴിയുക. അക്ഷരാർത്ഥത്തിൽ പെരിന്തൽമണ്ണയുടെ ചരിത്രം ആ കക്ഷി രാഷ്ട്രീയത്തെ വികസന കാര്യങ്ങളിൽ മാറ്റി നിർത്തി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പെരിന്തൽമണ്ണയോടൊപ്പം നഗരസഭയായ അല്ലെങ്കിൽ വികസിച്ച നഗരത്തേക്കാൾ കൂടുതൽ വികസിക്കാനും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനും